ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. നമ്മൾ ആർട്ടിക്കിൾസും ഇംഗ്ലീഷിനെ കുറിച്ചായിരുന്നു അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് 2-3 വീഡിയോസിലൊക്കെ നമ്മൾ എ ആൻഡ് അതുപോലെ തന്നെ ആൻഡിനെ കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ദ ആണോ ദി ആണോ എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ആദ്യം നമ്മളൊരു സെൻറ്റൻസിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അൺനെസസറി ആയിട്ട് ദ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വെൻറ്റ് ടു ദ സ്റ്റോർ എന്ന് പറയും. നമ്മൾ ജസ്റ്റ് സ്റ്റോറിൽ പോയതാണെങ്കിൽ ഐ വെൻറ്റ് ടു സ്റ്റോർ എന്ന് പറഞ്ഞാൽ മതി. ഈ ദ എന്ത് ചെയ്യേണ്ട, എടുത്തു പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്നെങ്ങനെയാണ് പറയുക, ഐ വെൻറ്റ് ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ചിലരെന്ത് ചെയ്യും, ഒരു സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയും. അത് തെറ്റാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അൺനെസസറി ആയിട്ട് ദ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ദ വേണ്ട സ്ഥലത്ത് അത് യൂസ് ചെയ്യാതെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോറിൻ്റെ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റോറിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് യൂസ് ചെയ്യണം, ദ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ഐ വെൻറ്റ് ടു ദ സ്റ്റോർ ടു ബൈ സം പ്രൊഡക്റ്റ്. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റോറിലേക്ക് പോയി. അപ്പോൾ ആ സ്റ്റോറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ആ സെൻറ്റൻസ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ദ കൊടുക്കുക. അല്ലെങ്കിൽ യു ക്യാൻ സേ ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ ഈ ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ ആയിരിക്കണം. നമ്മൾ എടുത്തു പറയുന്ന സാഹചര്യങ്ങൾ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ദ യൂസ് ചെയ്യാൻ. ഇനിയിപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ദ ആണോ ദി ആണോ എന്നുള്ളത് അല്ലേ. നമ്മളിപ്പോൾ വവ്വൽസ് ആണ് വരുന്നത്, നമ്മൾ പറയുന്നതിന് ശേഷം വവ്വലാണ് വരുന്നതെങ്കിൽ നമ്മൾ ദി ചേർത്തിട്ട് വേണം പറയാൻ. അവിടെ 3 റൂളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, വവ്വൽ സൗണ്ട് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി ആൻസർ എന്നുള്ളതിൽ അവസാനം ഇപ്പോൾ ആ ഒരു ആൻസർ എന്നുള്ളതിൽ ഫസ്റ്റ് ലെറ്റർ എ എന്ന് പറയുന്നത് വവ്വൽ സൗണ്ടിൽ പെട്ട ആളാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ദ എന്നല്ല ദി എന്ന് വേണം പ്രൊനൗൺസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ദി എന്ന് പ്രൊനൗൺസ് ചെയ്ത് ആൻസർ എന്ന് പറയുന്നത് ഒരു ഒറ്റ ടോണിൽ പറയാം, അതായത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പറയണ്ട. ദി ആൻസർ എന്ന് പറയാണ്ട് ദി ആൻസർ എന്ന് പറയാൻ ശ്രമിക്കുക. പിന്നെ ഇത് രണ്ടും പറയുന്നതിൻ്റെ ഇടയിൽ ഒരു വൈ സൗണ്ട് കൊടുത്തിട്ട് അതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ പറയാ, ദി ആൻസർ. അപ്പോൾ ആ വൈ സൗണ്ട് വേണം അവിടെ ഇൻ ബിറ്റ്വീൻ വരാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറയാം. അപ്പോൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ദി പറയുന്ന സാഹചര്യങ്ങളിൽ. ഒന്ന്, അതെന്ത് ചെയ്യുക, വവ്വലാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക, അതായത് ആ ഒരു വേർഡിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ വവ്വലാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത് അതൊരൊറ്റ ടോണിൽ പറയാം, അതായത് ഒരു ഒറ്റ ഇതായിട്ട് പറയാം, സെപ്പറേറ്റ് ചെയ്ത് പറയാണ്ട് ഒറ്റ ഇതാക്കി പറയാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, വൈ വെച്ചിട്ട് കണക്ട് ചെയ്ത് പറയാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാണ്, വവ്വൽസിനെ കുറിച്ചിട്ടാണ്. ഇനിയിപ്പോൾ കൺസണന്റ് സൗണ്ട് ആണ് വരുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ദ യൂസ് ചെയ്ത് പറയാം. ദി അല്ല ദ യൂസ് ചെയ്ത് വേണം പറയാൻ. അപ്പോൾ എങ്ങനെ പറയാം, ദ ക്വസ്റ്റ്യൻ. ഒരു എക്സാമ്പിൾ നോക്കിയാലോ, ഐ ഡോണ്ട് നോ ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, ആൻസർ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ദി ആൻസർ എന്നും ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ദ ക്വസ്റ്റ്യൻ എന്നുമാണ് പറഞ്ഞത്. അപ്പം നമ്മളത് കുറേ പേര് വരുത്തുന്ന മിസ്റ്റേക്കാണ്, എവിടെയാണ് ദ യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ദി യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത്. അപ്പോൾ സിമ്പിളാണ്. ഇനി മുതൽ വവ്വൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് അടുത്ത് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ എപ്പോഴും ദി സൗണ്ട് യൂസ് ചെയ്യുക, ഒറ്റ ഇതാക്കി പറയുക, ഇൻ ബിറ്റ്വീൻ ഒരു വൈ യൂസ് ചെയ്ത് പറയുക. അതായത് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദി ആൻസർ കണ്ടോ, എന്നുള്ളൊരു സൗണ്ട് വരുന്ന രീതിയിൽ. അല്ല കൺസണൻ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിലോ സെപ്പറേറ്റ് ചെയ്ത് പറയാം, ദ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനി മുതൽ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ദ ദി തെറ്റിപ്പോവാതെ നോക്കുക. താങ്ക് യു.